ഇവിടെ പിണറായി അടക്കമുള്ളവരെ എടുക്ക്, രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ എടുക്ക്. ഇവർക്ക് തൊഴിലാളി സംഘടനയുടെ ആൾക്കാരായതുകൊണ്ട് അവരെ പേരെടുത്ത് പറയുന്നത്. അവരൊക്കെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഒരു 10-20 വർഷം മുമ്പ് ഒരു ലീഡറായി കയറി വരുന്ന സമയത്ത് ഇത്തരം വലിയ ലീഡറൊന്നും അല്ലല്ലോ ഒന്ന്. എത്ര രൂപയായിരുന്നു അവിടെ സമ്പാദ്യം ഉണ്ടായിരുന്നത്? ഇന്ന് എത്ര എണ്ണുള്ളത്? എവിടെ നിന്നായി പൈസ ഉണ്ടായത്? നമസ്കാരം. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങുന്നത് നമ്മൾ തന്നെയാണ്. ഈ വീഡിയോ വളരെ പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം, പരമാവധി ഷെയർ ചെയ്യണം. നമ്മളൊക്കെ ഒന്ന് ശ്രമിച്ചാലേ ഈ നാട് നന്നാവുള്ളൂ. അല്ലാതെ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നാട് നന്നാക്കുമെന്ന് കരുതരുത്. അവർ നന്നാക്കില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മിപ്പിക്കുന്നത്, എന്തിനാണ് ഇവിടെ നിയമങ്ങൾ എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്തിനാണ് നിയമങ്ങൾ? ഇവിടെ കുറെ നിയമങ്ങളുണ്ട്. ഇവിടെ കേട്ടാ തോന്നും ഈ നിയമങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന്. മനുഷ്യന് സാമ്പത്തികമായും സാമൂഹ്യമായും ആരോഗ്യപരമായും എല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ സമാധാനപരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രാഷ്ട്രബോധത്തോടെ പൗരബോധത്തോടെ നമ്മൾ ജീവിക്കുകയും ഈ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ നമ്മുടെ നാടിനുമൊക്കെ നന്മ മാത്രം ഭവിക്കുകയും വേണം. അതായത് ആന്റി സോഷ്യൽ ആകരുത്, കള്ളനും കൊലപാതകയും പിടിച്ചുപറിക്കാരനും ഗുണ്ടകളും ആകരുത് എന്നർത്ഥം. അങ്ങനെ ഒരു മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാം ഒരുക്കി വെക്കാനാണ് നിയമങ്ങൾ വേണ്ടത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ നിയമങ്ങൾ, ചില നിയമങ്ങൾ കണ്ടാൽ തോന്നും നിയമങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കണമെന്ന്. അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ രാഷ്ട്രീയ പ്രമുഖർക്ക് വേണ്ടി, കുറെ കള്ളന്മാർക്ക് വേണ്ടി നമ്മൾ ബാക്കിയുള്ള 3.5 കോടി ജനങ്ങളും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. 2-3 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. പ്രധാനമായും നമ്മൾ ഓർക്കേണ്ട 2 മേഖല, കള്ളും ലോട്ടറി. ഇത് രണ്ടും മനുഷ്യന് ആവശ്യമില്ലാത്ത സംഗതിയാണ്. മനുഷ്യനെ കള്ളു കുടിപ്പിച്ച് അവന്റെ കുടുംബം കലക്കി ജീവിതം മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം അറിയാമല്ലോ, സമുദ്രിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ആ കള്ളു കുടിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂതാട്ടത്തിലൂടെ ലോട്ടറിയിലൂടെ പിടിച്ചു പറിച്ചുകൊണ്ട് കൊള്ളയടിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത് രണ്ടിനും നിയമമുണ്ട് കേട്ടോ. അബ്കാരി നിയമമുണ്ട്, അതുപോലെ ലോട്ടറി നിയമമുണ്ട്. ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? പലതരം ലോട്ടറികൾ, കാരുണ്യം എന്ന് പറയും, അല്ലാത്ത ഇന്ത്യ എന്ന് പറയും, ബമ്പർ എന്ന് പറയും, പലതും പറയും. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് കാശ് പിടിച്ചു വാങ്ങുന്നു, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് നിങ്ങൾക്ക് കോടികൾ കിട്ടും എന്ന് പറഞ്ഞു പറ്റിച്ച് തട്ടിപ്പ് നടത്തുന്നു. അതിനു വേണ്ടിയിട്ടാണ് ലോട്ടറി. ഈ വാക്ക് നിങ്ങൾക്ക് ഓർമ്മ വേണം. കേരള സർക്കാർ ഇവിടെ ലോട്ടറി നടത്തുന്നത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനാണ്. നിങ്ങൾക്ക് ഇത്ര കോടി കിട്ടും, 25 കോടി കിട്ടും എന്ന് പറഞ്ഞിട്ട് 25 കോടി എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? സമ്മാനമാണ് കൊടുക്കുന്നത്. 25 കോടി സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ആ സമ്മാനത്തിൽ നിന്ന് ടാക്സ് പിടിച്ചു മാറ്റി പിടുങ്ങുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. എത്ര കിട്ടും? 12 ലക്ഷത്തിൽ ചില്ലുവാനം കിട്ടും. പകുതി പോലും കിട്ടില്ല. അതായത് 25 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി പോലും കൊടുക്കാത്ത സർക്കാരാണ്. ബാക്കി മോഷ്ടിച്ചുകൊണ്ട് പോകും. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും കൊല്ലം മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ടാക്സ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചുകൊണ്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം കുത്തുപാള എടുക്കും. ഈ ഭാഗം ആരും കാണുന്നില്ല. ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ചോ, കണക്കിൽ 1 കോടി. അവൻ എത്ര രൂപ കിട്ടും? 50 തികച്ചിട്ടില്ല, 50 ലക്ഷം തികച്ചു കിട്ടില്ല. പക്ഷെ ഈ 50 ലക്ഷം തികച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അവൻ ആദായ നികുതി അതിൽ നിന്നങ്ങോട്ട് പുറത്ത് ചാടും. പിന്നെ ഈ 50 ലക്ഷം തീരാൻ അധികം സമയം വേണോ? അവന് ചിലപ്പോൾ ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും, ഒരു കിടപ്പാടമില്ലാത്തതായിരിക്കും അവന്റെ ഒരു വിഷയം. 1 രൂപ ധൂർത്തടിക്കാതെ അവൻ ചിലപ്പോൾ അത് വാങ്ങിന്ന് വരും. പക്ഷെ ഈ പണം കിട്ടി എന്ന കാരണത്താൽ ഇവൻ പിന്നെ ആദായ നികുതി മറ്റേ വകുപ്പിൽ നിന്ന് പുറത്ത് ചാടി പിന്നെ കൊല്ലം അതനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എങ്ങനെ കടന്ന് കഷ്ടപ്പെടണമെന്നറിയോ? വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അതായത് സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങി, വേണ്ട, അതവന് കിട്ടിയിട്ടല്ലേ എന്ന് കരുതാം. എന്നാൽ ഇവിടെ ഈ പണം മുഴുവൻ സർക്കാർ അടിച്ചുകൊണ്ട് പോവാണ്. അവർക്ക് കിട്ടുന്ന 100 കോടി രൂപ ലോട്ടറിയുടെ പേരിൽ സർക്കാർ പിരിച്ചെടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ ഇവർക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള കണക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തട്ടിപ്പ്, ഈ വെട്ടിപ്പ്, ഈ കൊള്ള മനസ്സിലാവും. എന്നിട്ട് അതിനൊരു നിയമവും. ഇത് പറയാൻ കാരണം എന്തെന്നറിയോ? ഇപ്പൊ ഒരു സാധുവായിട്ടൊരു മനുഷ്യൻ, അയാളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ, അതുപോലെ മറ്റു പലതും ഒക്കെ പിടുത്തം വിട്ട് അത്രസാക്കം വിട്ട് നിന്ന സമയത്ത് അയാൾ കിടപ്പാടം വിൽക്കാൻ ശ്രമിച്ചു. ഒരു രക്ഷയില്ല. കാരണം അത്യാവശ്യം വലിയ വീടായിപ്പോയി, കുറച്ച് സ്ഥലമായി പോയി. അത് വാങ്ങാനുള്ള ശേഷി ആർക്കുമില്ല. ഗത്യന്തരം ഇല്ലാതെ അയാളൊരു നറുക്കെടുപ്പ് സിസ്റ്റം വെച്ചു. അത് വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അയാളുടെ ഉദ്ദേശം. മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ട സ്ഥാനത്ത് ഇയാൾ അതിന്റെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. സഹായം ചോദിക്കാം. ഒരു 1200 1500 രൂപ വെച്ച് കുറെ ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമ തടസ്സമില്ല. അയാളുടെ അക്കൗണ്ടിലേക്ക് സംഭാവനയായി കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല, ഒരു നിയമ തടസ്സമില്ല. പക്ഷെ അങ്ങനെ ഇയാൾ പറയാതെ സത്യസന്ധമായി അയാൾ പറഞ്ഞു, ഞാൻ എന്റെ വീടും സ്ഥലവും ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് തരാം, എന്റെ കാറ് ഞാൻ മറ്റൊരാൾക്ക് തരാം, ഒരു ബൈക്ക് ഞാൻ മറ്റൊരാൾക്ക് തരാം, അങ്ങനെ ഞാൻ എന്റെ ബാധ്യത തീരാം, എന്റെ ഭാര്യയുടെ ക്യാൻസർ രോഗം ചികിത്സിക്കാൻ എനിക്ക് പറ്റും,
എനിക്ക് കിടക്കാനൊരു ചെറിയൊരു സ്ഥലം മതി, ഞങ്ങൾ ഏതെങ്കിലും വാടക വീട്ടിൽ മറ്റോ കൊണ്ടെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞത് നിയമത്തിനെതിരത്രേ. അങ്ങനെ ഒരു നിയമത്തിനെതിരാണെന്നുണ്ടെങ്കിൽ ആ നിയമമാണ് പൊളിച്ചെഴുതേണ്ടത്. അങ്ങനെ ഒരു നിയമം പൊളിച്ചെഴുതേണ്ട സ്ഥാനത്ത് ആ സാധുവിനെ, ആ ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നിവൃത്തിയിലായിരുന്ന സാധുവിനെ നിയമം പറഞ്ഞുകൊണ്ട് പിടിച്ചിട്ടെന്നുണ്ടെങ്കിൽ ആ നിയമം ഉണ്ടാക്കിയവനെ കുറ്റിച്ചൂലിൽ ചാണകം മുറ്റിയടിക്കുകയാണ് വേണത്. അത് ആര് തന്നെ ആയിരുന്നാലും, അത് പിണറായി ആയിരുന്നാലും ഇവിടുത്തെ ലോട്ടറി വകുപ്പിന്റെ മേധാവി ആയിരുന്നാലും ആരായിരുന്നാലും. കാരണം ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഒരു സാധുവായ ഒരു മനുഷ്യൻ കടക്കണിയിൽ കുരുങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ കടക്കണിയിൽ നിന്ന് അവനെ പിടിച്ചു കയറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ അവർ സഹായിക്കുകയാണ് വേണ്ടത്. അയാൾ പറഞ്ഞെന്താണ്, എന്റെ വീടും സ്ഥലവും ഞാൻ വിൽക്കാൻ നോക്കിയിട്ട് പറ്റണില്ല, പകരം നിങ്ങൾ കുറച്ച് ആൾക്കാർ എന്നെ ഒന്ന് സഹായിക്കൂ, അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് ഞാൻ എന്റെ വീട് എഴുതി തരാം. ഇതിലെന്താ തെറ്റ്? എവിടെയാണുള്ളത്? ഈ ലോട്ടറി നിയമം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഇയാൾ ലോട്ടറി അച്ചടിച്ച് ഇങ്ങനെ ഡെയിലി ഇതാണ് പരിപാടി. അയാളെ വീട് സ്ഥലവും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ചെയ്തു, ഇത്രയല്ലേ ഉള്ളൂ. അത് ഈ പറഞ്ഞ നിയമത്തിന്റെ ഉള്ളിൽ വരുമെന്ന് ആരാ കണ്ടുപിടിച്ചത്? ഏത് വിവരദോഷിയാണ് കണ്ടുപിടിച്ചത്? ആ നിയമം മാറണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ. നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യന്റെ സമാധാനപൂർവ്വമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അയാൾ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ലോട്ടറി അടിച്ചിട്ട് കേരള ലോട്ടറിക്ക് പകരം ഇങ്ങനെ ചെയ്ത് വിറ്റുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിയമത്തിന് എതിരാണെന്ന് പറയാം. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ നിവൃത്തിയില്ലാതെ, അതിന് മനസ്സില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് കരുതിയിട്ടാണ് അയാൾ ചെയ്തത്. ആ കടുങ്കൈ ചെയ്യാൻ അയാൾ നിന്നത്. അയാളെ ജീവിതകാലത്ത് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള വീട്, അയാളെ ബിസിനസ് കാലത്ത് അയാൾ ഉണ്ടാക്കിയിരുന്ന സൽപ്പേര് എല്ലാം വേണ്ടെന്ന് വെച്ച്. കാരണം അത്രത്തോളം അയാൾ നശിച്ചു കഴിഞ്ഞു. ആ നാശത്തിൽ നിന്ന് സാമ്പത്തികമായി ആ ഇടപാടുകളൊന്ന് തീർത്തിട്ടൊന്ന് നിവരാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ പിടിച്ചകത്തിട്ടേക്കാം. നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരല്ല. ചില പണച്ചാക്കുകൾക്ക് കൊള്ളയടിക്കാനും ചില മന്ത്രിമാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മാത്രമാണ്, അവർക്ക് സൂഹിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാലോ, നമ്മുടെ മുഖ്യമന്ത്രി ഈ പടിയിറങ്ങി പോകാൻ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ 1.25 കോടിയുടെ കാർ വാങ്ങിയ കഥ ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനു മുമ്പ് വേറെ കാറില്ലേ? ആ കാറിൽ പോയെന്ന് ചോട് അവിടെ ഉറച്ചിരിക്കൂലേ? ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം. ജനങ്ങളുടെ ആരോഗ്യം, ഒരു ആരോഗ്യ മന്ത്രി ഇവിടെ ഉണ്ടാക്കി. പിണറായി അതിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്തത് ഒരു ആരോഗ്യ സംരക്ഷണ ബില്ല് അല്ലേ? രണ്ടാമത്തെ നിയമം ഞാൻ പറയുന്നത് എന്താണ്? ആശുപത്രി സംരക്ഷണ ബില്ല്. ആശുപത്രി സംരക്ഷണം നമ്മൾ കേട്ടാ തോന്നും ചെല്ലുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബില്ല്. നല്ല തെറ്റി നിങ്ങൾക്ക്. നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ, ആ ആശുപത്രിയിൽ ചെന്നിട്ട് ചികിത്സ തേടിയാൽ, നിങ്ങൾ പൈസ എത്ര കൊടുത്തു കഴിഞ്ഞാലും അവർ മോശമായി പെരുമാറിയാൽ, അവർ നിങ്ങൾക്ക് റോങ് ചികിത്സ തന്ന് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾ ഒരു അക്ഷരം മിണ്ടാതെ, വായ പൊത്തി മിണ്ടാതെ തിരിച്ചു വന്നോളണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പിൽ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് പിണറായി പാസാക്കി കൊടുത്തത്. ജനങ്ങൾക്ക് വേണ്ടിയാണെന്നോ കരുതിയേക്കുന്നത്? അപ്പൊ ഈ ലോട്ടറി നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇവിടെ ആശുപത്രി സംരക്ഷണ ബില്ലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒത്തിരി നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ആ നിയമങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ളതല്ല. അത് ഈ പറയുന്ന മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും വേണ്ടി കോടികൾ കൈക്കൂലി വാങ്ങാൻ വേണ്ടിയിട്ടാ, കോടികൾ കൈക്കൂലി വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പിണറായി അടക്കമുള്ളവരെ എടുക്ക്, രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ എടുക്ക്. ഇവർക്ക് തൊഴിലാളി സംഘടനയുടെ ആൾക്കാരായതുകൊണ്ട് അവരെ പേരെടുത്ത് പറയുന്നത്. അവരൊക്കെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഒരു 10-20 വർഷം മുമ്പ് ഒരു ലീഡറായി കയറി വരുന്ന സമയത്ത്, ഇത്തരം വലിയ ലീഡറൊന്നും അല്ലല്ലോ ഒന്ന്. എത്ര രൂപയായിരുന്നു അവിടെ സമ്പാദ്യം ഉണ്ടായിരുന്നത്? ഇന്ന് എത്ര എണ്ണുള്ളത്? എവിടെ നിന്നായി പൈസ ഉണ്ടായത്? എവിടെ നിന്നാണ് ഉണ്ടായത്? പറയണം. എന്ത് പണിയെടുത്തിട്ടാണ്? കൂലി പണിയെടുത്തിട്ടാണ് ഇത്രയധികം പണം ഉണ്ടാക്കിയത്, ഈ കോടികൾ ഉണ്ടാക്കിയത്? കോടീശ്വരന്മാരാണല്ലോ ഇവർ. പണ്ട് ചെറ്റക്കുടിയിൽ കിടന്ന കുറെ നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാ. എന്ത് പണിയെടുത്തിട്ടാ? വെള്ള കഥ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ചുമന്ന കൊടി, അല്ലെങ്കിൽ വെള്ളക്കൊടി പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നിട്ടല്ലേ? അല്ലേ? വിയർപ്പെടുക്കാതെ ഉണ്ടായ പണമല്ലേ? ആരുടെ പണമാണ്? എവിടെ നിന്നുണ്ടായ പണമാണ്? അപ്പൊ അവർക്കൊന്നും ഇതിന്റെ വേദന മനസ്സിലാവൂല. ഈ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ജനജീവിതം നാശമാക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടുത്തെ നിയമങ്ങൾ എന്നത് ആദ്യം ചിന്തിക്കണം. ഇനി ആദിവാസി സംരക്ഷണ നിയമം, അതുകൊണ്ടൊന്ന് പറയട്ടെ. ആദിവാസികൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ കേരളത്തില്? എത്ര കോടി രൂപ ഓരോ കൊല്ലം നീക്കി വെക്കുന്നുണ്ട്? എത്ര? കഴിഞ്ഞ ദിവസം കോടതിയിൽ ചെന്നപ്പോ കണ്ടു, കുറെ തോക്കും വടിവാളും ഒക്കെ ആയിട്ട് കുറെ എണ്ണം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. 2 പേട്ട് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ, കോടതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യാനാ? നക്സലുകളാണ് അത്ര അവർ. അതുകൊണ്ട് അതിനേക്കാളും വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ കുറെ ആൾക്കാർ വളഞ്ഞു നിൽക്കുന്നത് കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആദിവാസി സംരക്ഷണ നിയമം, ഈ ആദിവാസി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മുടക്കുന്ന കോടികൾ അതെങ്ങോട്ടാ പോണത്? ചില വായിൽ പോവാണ്, ചിലർ മോട്ടിച്ചെടുക്കുകയാണ്, കട്ടെടുക്കുകയാണ്. അങ്ങനെ കട്ടെടുക്കുന്നത് കൊണ്ടല്ലേ ഇത് അവർക്ക് എത്താത്തത്? ഇപ്പോ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള കോടികൾ, ആ കോടികൾ ശരിക്കും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ആദിവാസികൾ മുഴുവൻ വില്ലകൾ, വലിയ വില്ലകൾ, റിസോർട്ടുകളിൽ കഴിഞ്ഞേനെ. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിത നിലവാരവും ഒക്കെ എത്രയോ വളർന്നേനെ. ഇപ്പോഴും ഓരോ കിടക്കുന്ന കാട്ടിൽ തന്നെയല്ലേ? റേഷൻ പോലും ഇല്ലല്ലോ. ഉണ്ടോ?
ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം അട്ടിക്ക് വെച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, പിണിയാളന്മാർക്ക് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ കടക്കണി പെരുകില്ല. ഇവിടെ സാധുക്കൾ അവന്റെ കിടപ്പാടം വിൽക്കേണ്ടി വരില്ല. എന്നാൽ ഈ കിടപ്പാടം വിറ്റെങ്കിലും കടം തീർക്കാം അല്ലെങ്കിൽ ചികിത്സിക്കാമെന്ന് കരുതുമ്പോൾ അത് വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ സഹായത്തിന് ഇയാൾ ഒരു പ്രത്യുപകാരം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അത്രേ. നിയമമാണ് മാറേണ്ടത്. ഇവിടെ നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമല്ല, ജനങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ഇവിടെ ജനം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നുമെന്നും ഇങ്ങനെ അടിമകളാക്കി കഴിഞ്ഞുകൂടാൻ പറ്റും. ചൂണ്ടുവരലിൽ മഷി പൊട്ടുന്ന എന്തിനാ? ഇവന്മാര്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും പറയുന്നിടത്ത് കുത്താൻ വേണ്ടിയിട്ടാണോ? ആണോ? അതോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണോ? ഈ മത്സരിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധി ഉണ്ടോ? നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന, നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുന്ന ഏതെങ്കിലും പേരുണ്ടോ? എത്ര ആൾക്കാരുണ്ട് ഇവിടെ? വിരലിൽ ഉണ്ടാവുന്നവരെ മാത്രമേ ആ നിലയിൽ നമുക്ക് കാണാൻ പറ്റൂ. മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുന്നവർ, എന്താ പറയാ, ഒന്ന് പുഞ്ചിരിക്കുന്നവർ. സഖാവ് പിണറായി ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? അടുക്കാൻ പറ്റുമോ? കടക്ക് പുറത്തു എന്നല്ലേ പറയുന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു മുഖ്യമന്ത്രിയാണ്, ഏറ്റവും അധികം മാതൃക കാണിക്കേണ്ട ഒരു വ്യക്തിയല്ലേ? അവിടെ മുതൽ ഇങ്ങോട്ട്, ഇനി പ്രതിപക്ഷത്തേക്ക് ഇറങ്ങിയാലോ അവിടെയും ഉണ്ട് കുറെ എണ്ണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ കുറെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ കൈയിട്ട് വാരാനും അടിച്ചു മാറ്റാനും വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളാണ് ഇവിടെ പാസ്സാക്കി വെച്ചിട്ടുള്ളത്. പാവങ്ങൾക്ക് ജീവിക്കാനുള്ളതല്ല, കടക്കണിയിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതല്ല, സാധുക്കൾക്ക് ചികിത്സിക്കാൻ വേണ്ടിയുള്ളതല്ല, ഇനി അഥവാ സർവ്വതം നഷ്ടപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു പിടിവള്ളിയായി കയറി വരാനുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിടിച്ചകത്തിടും. ഇവിടെ ലോട്ടറിയുടെ നിയമം പറഞ്ഞുകൊണ്ട് ആ സാധുവിനെ പിടിച്ചകത്തിട്ടത് ചെറ്റത്തരമാണ്. ആ നിയമം മാറണം. അയാൾ ഒരു ലോട്ടറി നിയമം അയാൾ ലംഘിച്ചിട്ടില്ല. അയാളുടെ വീട് വാങ്ങാൻ നിവൃത്തിയില്ലായിരുന്നപ്പോ നിങ്ങൾ 1500 വെച്ച് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. 1500 വെച്ച് സഹായിക്കാൻ ആൾക്കാർ തയ്യാറായപ്പോ അതിലൊരാൾക്ക് തന്റെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് കൊടുക്കാനായിട്ട് അയാളെ കണ്ടെത്തണ്ടേ? പൈസ കൊടുത്ത ആൾക്കാർ ആരാണെന്ന് തിരിച്ചറിയണ്ടേ? അതിനു വേണ്ടി മാത്രം അയാൾ ഒരു കുറിപ്പുണ്ടാക്കി കൊടുത്തു. അതാണ് അത്ര ലോട്ടറി. അതിന്റെ പേരിൽ ആ സാധുവിനെ പിടിച്ച് റിമാൻഡ് ചെയ്യിക്കാൻ വേണ്ടി നാണമില്ലേ? അങ്ങനെ നാണമില്ലാത്ത സർക്കാർ എന്തിനാ ഇവിടെ ഭരിക്കുന്നത്? വേറെ വല്ല പണിക്കും കൂടെ. Different angles. Don't forget to subscribe and support this channel.